അള്ളാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജോലിയിലും അതുപോലെ ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നീ ബർക്കത്ത് നൽകണേ. ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ, ജോലി ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉള്ള ജോലിയിൽ ബർക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ല ഒരു അമല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ്, നിങ്ങൾ യാസീൻ സൂറത്തിലെ ഈ ഒരു വരി, ഒരു പിടി നിങ്ങൾ അരി എടുത്തിട്ട് ഞാൻ താഴെ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് നോക്കി. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നല്ല ഒരു ജോലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അതിനു മുമ്പ് നമ്മൾ ആത്മാർത്ഥതയോടെ അള്ളാഹുവിനെ ദുആ ചെയ്യുമ്പോൾ, പടച്ചവനോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആത്മാർത്ഥതയോടെ നമ്മൾ ദുആ ചെയ്യണം, അല്ലേ? അല്ലാതെ ചിലർ ദുആ ചെയ്യുന്ന സമയത്ത് കൈ തിരിച്ചു പിടിച്ച് അങ്ങോട്ട് പാതി ഉറങ്ങി അല്ലെങ്കിൽ പാതി കളിച്ച് ചിരിച്ച് അങ്ങനെയല്ല നമ്മൾ ദുആ ചെയ്യേണ്ടിയുള്ളത്. ആത്മാർത്ഥതയോടെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചോദിക്കുന്നതിന് അല്ലാഹു നൽകുന്നതാണ്. അതാണ് ചരിത്രം. നമുക്കറിയാം, മഹാനായ ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവ് ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആരുമില്ലാത്ത മരുഭൂമിയിൽ മഹദിയവർകൾ തന്റെ മകനെയും കൊണ്ട് ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് ഒരൽപ്പം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്, ഒരൽപ്പ വെള്ളത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ തന്റെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പിച്ചുകൊണ്ട് വറ്റി വരണ്ട മരുഭൂമിയിൽ ഒരൽപ്പം ജലമില്ലാത്ത സ്ഥലത്ത് നിന്ന് എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്? പക്ഷേ തന്റെ പ്രതീക്ഷകളെല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ദുആ ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു അവരുടെ ദുആ സ്വീകരിക്കുകയും ലോകാവസാനം വരെ വറ്റാത്ത അതിമഹത്തായ സംസം എന്ന വെള്ളത്തെ അവർക്ക് നൽകപ്പെടുകയും ചെയ്തു. അല്ലേ? സംസം വെള്ളം നമ്മൾ മനസ്സിലാക്കണം. ആത്മാർത്ഥതയോടെ അല്ലാഹുവിനോട് നീ ദുആ ചെയ്താൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നിസ്കാരത്തിന് ശേഷമായാലും വാദിന്റെ സദസ്സിലായാലും മറ്റ് ഏത് സ്ഥലങ്ങളിലാണെങ്കിലും ചോദിക്കുമ്പോൾ, അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ നമ്മളെ ഹൃദയങ്ങളിൽ ഇങ്ങനെ പാറി പറന്ന് കളിക്കുകയാണ്, അല്ലേ? പള്ളിയിലാണെങ്കിൽ എപ്പോ തീരുന്നുള്ള ചിന്ത, ഇനി ഒരു ദിക്റിന്റെ മജ്‌ലിസിൽ നമ്മളെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് സകലതും നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് രണ്ട് കരങ്ങൾ പടച്ചവനെ, റഹ്മാനായ റബ്ബേ, എന്റെ പ്രതീക്ഷ മുഴുവനും നിന്നിലാണ് അല്ലാഹ് എന്ന് നല്ല ഉറപ്പോടെ നിങ്ങൾ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അതാണ് ചരിത്രം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും പരിശ്രമിക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും അതിന് അല്ലാഹു മറുപടി തന്നെ തരും. ഒരു തെമ്മാടിയായ മനുഷ്യൻ ആത്മാർത്ഥമായ അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോൾ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന്റെ കവാടം തുറന്നു കൊടുത്തതൊക്കെ നമുക്കറിയാവുന്നതാണ്, അല്ലേ? അപ്പൊ ഏത് വിഷയം നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടിയുള്ളത്? അല്ലാഹുവിനോടാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾക്കെല്ലാം പരിഹാരം തരുന്നവനാണ് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവാണ്. അല്ലാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി ചോദിച്ചാൽ ആ റബ്ബ് നമുക്ക് തരുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് നിങ്ങൾ ആരും മറന്നു പോകരുത്. നിങ്ങൾ ചോദിക്കുമ്പോൾ നല്ലതുവണ്ണം ചോദിക്കുക. അപ്പൊ ഞാനെന്ന് പറയാൻ പോകുന്നത് ഒരു അതിപ്രധാനമായ ഒരു അമലാണ്. നമ്മുടെ വീട്ടിലെല്ലാം നമ്മൾ ചോറ് വെക്കുന്ന അരിയുണ്ട്. ആ അരി, ഒരു പിടി അരി നമ്മൾ എടുക്കുക. ഒരുപാട് പേര് പറയാറുണ്ട്, ഉസ്താദേ ജോലിയില്ല, ഉള്ള ജോലിയിൽ ബർക്കത്തില്ല, ഇനി ആ ജോലിയിൽ പല പല പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരും ഞാൻ ഈ പറയുന്നത് പോലെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്ത് നോക്ക്. അല്ലാഹു നിങ്ങൾക്ക് നല്ല ജോലി നൽകുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ചോറ് വെക്കുന്ന അരി, ഒരു പിടി അരി നമ്മൾ എടുക്കുക. ഒരു പിടി അരി നമ്മൾ എടുത്തതിന് ശേഷം സൂറത്ത് യാസീനിലെ ഈ ആയത്ത്, ഏതാണ് ആയത്ത്? وجعلنا من بين أيديهم سدا ومن خلفهم سدا وغشيناهم وهم لا يبصرون. ഈ മഹത്തായ ആയത്ത്, وجعلنا من بين أيديهم سدا ومن خلفهم سدا وغشيناهم وهم لا يبصرون. وجعلنا من بين أيديهم سدا ومن خلفهم سدا وغشيناهم وهم لا يبصرون എന്ന ഈ മഹത്തായ ആയത്ത് 41 പ്രാവശ്യം നമ്മൾ ഓതുക. എത്ര പ്രാവശ്യം? 41 പ്രാവശ്യം നമ്മൾ ഓതിയിട്ട് നമ്മൾ ആ അരിയിലേക്ക് ഓതുക. അരിയിൽ നമ്മൾ മന്ത്രിക്കുക. അങ്ങനെ നമ്മൾ 41 പ്രാവശ്യം എന്ത് ചെയ്യുക? അതിലേക്ക് മന്ത്രിക്കുക. മന്ത്രിച്ചതിന് ശേഷം
മന്ത്രിച്ചതിന് ശേഷം കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. പടച്ചവനെ എനിക്ക് ജോലി നൽകണേ അല്ലാ, ഞാൻ പോകുന്ന ടെസ്റ്റ് നീ പാസ്സാക്കണേ അല്ലാ, എന്റെ ഇന്റർവ്യൂ പാസ്സാക്കണേ പടച്ചവനെ. ആത്മാർത്ഥമായി ഞാൻ പറഞ്ഞു, നമ്മൾ ദുആ ചെയ്യുമ്പോൾ നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാതെ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കളയരുത്. അള്ളാഹുവിനെ തൊട്ട് നമ്മൾ തെറ്റിയാൽ അള്ളാഹു നമ്മളെ തൊട്ട് തെറ്റിക്കളയുന്നതാണ് അല്ലേ. വേറെ ചിന്തയോടെ നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു നമ്മളെ തൊട്ട് തിരിഞ്ഞു കളയും. നമ്മൾ അള്ളാഹുവിനെ തൊട്ട് തെറ്റാൻ പാടില്ല, എന്നാൽ അള്ളാഹു നമ്മളെ തൊട്ട് തെറ്റില്ല. അപ്പൊ ആത്മാർത്ഥതയോടെ പടച്ചവനെ എന്റെ ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ, എനിക്ക് ഖൈറുകൾ നൽകണേ അല്ലാ, എന്റെ ജോലിയിൽ ഉയർച്ച നൽകണേ അല്ലാ, എന്റെ ടെസ്റ്റ് പാസ്സാക്കണേ അല്ലാ, വലിയ വിജയം നൽകണേ അല്ലാ. അപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ അരി കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹുവേ, കുറച്ച് ദിവസമായി ഞാൻ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു, കുറച്ച് നാളായി എനിക്ക് ജോലിയില്ല റബ്ബേ എന്നൊക്കെ ആത്മാർത്ഥമായി നിങ്ങൾ ദുആ ചെയ്യുക. ദുആ ചെയ്തതിന് ശേഷം ദുആ ചെയ്യുമ്പോൾ നല്ലോണം ദുആ ചെയ്യണം. പടച്ചവനെ എനിക്ക് ജോലിയില്ല, പടച്ചവനെ ഞാൻ ഓതി ഈ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട്, യാസീൻ സൂറത്തിലെ ഈ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബേ എനിക്ക് നീ ജോലി നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തതിന് ശേഷം നിങ്ങൾ പിടിച്ചിരിക്കുന്ന ആ ഒരു പിടി അരി നിങ്ങളുടെ വീട്ടിലുള്ള കോഴികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിതറി കൊടുക്കുക. ഇപ്പൊ എല്ലാ വീട്ടിലും അപ്പന്റെ വീട്ടിൽ കോഴിയില്ലെങ്കിൽ എന്തൊരു ഉസ്താദ് ചോദിച്ചു. ഇപ്പൊ എല്ലാ വീട്ടിലും കോഴി കാണണമെന്നില്ല. ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ എന്താണ് ഒരു ഇംഗ്ലീഷ് ജീവിതമാണല്ലോ. അപ്പൊ പലരും കോഴി വളർത്തുന്നതിനെ കുറിച്ച് പല കാരണങ്ങളാണ് പറയുന്നത്. ചിലർക്ക് കോഴി കാണുമ്പോൾ അലർജി, ചിലർക്ക് തൊടുമ്പോൾ അലർജി, ചിലർക്ക് അതിന്റെ അടുത്തൂടെ പോയ അലർജി, ചിലർക്ക് കൂവുന്ന അലർജി. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മോനികളെ, കോഴി ഒരു വീട്ടിൽ വളർത്തൽ വലിയ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ വന്നു ചേരാൻ കാരണമാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കോഴി വലിയ ഖൈറാണ്. ഒരു ഭവനത്തിൽ കോഴിയെ വളർത്തുന്നത് അത് വലിയ അനുഗ്രഹങ്ങൾ വന്നു ചേരാൻ ഒരു കാരണമാണ്. കോഴി നല്ല ബർക്കത്തുള്ളൊരു ജീവിയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നിങ്ങളൊക്കെ കോഴികളെ വളർത്തുക. ഇനി നമ്മുടെ വീട്ടിൽ കോഴിയില്ലെങ്കിൽ പക്ഷികൾക്കോ പറവകൾക്കോ കാക്കകൾക്കോ വിതറി നൽകുക. ഇങ്ങനെ എത്ര ദിവസം ചെയ്യണം? തുടർച്ചയായി 41 ദിവസം ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ജോലി തടസ്സങ്ങളെ അല്ലാഹു മാറ്റിത്തരുന്നതാണ്. ജോലി തടസ്സങ്ങളെ അല്ലാഹു മാറ്റിത്തരും. നല്ല ഒരു ജോലി നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ മുൻവശത്ത് ശത്രുക്കൾ വളഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ മുൻവശത്ത് ശത്രുക്കൾ വളഞ്ഞപ്പോൾ തന്റെ കിടക്കയിൽ അലിയാര് തങ്ങളെ കിടത്തിയിട്ട് ശത്രുക്കൾ കാണാതെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിടി മണ്ണ് വാരി കയ്യിലെടുത്ത് ഈ പറഞ്ഞ യാസീൻ സൂറത്തിലെ ആയത്ത് ഓതി മണ്ണിലേക്ക് ഊതിയതിനു ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളുടെ കണ്ണിൽ പെട്ടില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ ഒരു പിടി മണ്ണെടുത്തിട്ട് വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ വഗശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അല്ലാഹുവിന്റെ റസൂൽ ഈ മഹത്തായ ആയത്ത് ഒരു പിടി മണ്ണെടുത്തിട്ട് ഊതിയിട്ട് ആ മണ്ണിങ്ങനെ വിതറിയിട്ട് പോയപ്പോൾ അവരാരും അറിഞ്ഞില്ലെന്നുള്ളതാണ്. ശത്രുക്കൾ അറിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ കടന്നുപോയത് പരിശുദ്ധ ഖുർആനിന്റെ ഓരോ വരികൾക്കും ഓരോ അക്ഷരത്തിനും ഓരോ വാക്കുകൾക്കും ഓരോ ആയത്തിനും വലിയ മഹത്വമുണ്ട്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ നിന്റെ ഖുർആൻ കൊണ്ട് ഞങ്ങളുടെ അല്ലാഹുവേ ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അതുപോലെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക്, നിങ്ങൾക്ക് ആദ്യം ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുടെ കുടുംബക്കാർക്ക്, പാവപ്പെട്ടവർക്ക്, അനാഥകൾക്ക്, സാധുക്കൾക്ക് നിങ്ങളിങ്ങനെ ദാനധർമ്മം ചെയ്താൽ അല്ലാഹു വലിയ ഉയർച്ച നിങ്ങൾക്ക് നൽകുന്നതാണ്. വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. ഒരുപാട് ജോലിയില്ലാത്തവരുടെ പ്രസംഗം കേൾക്കുന്നുണ്ടായിരിക്കാം, ജോലിയിൽ കഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം. ദാനധർമ്മം 70ഓളം ആപത്തുകളെ അല്ലാഹു തട്ടി നീക്കുമെന്നാണ്. ഒരു ദിവസം നിന്റെ കരങ്ങളിൽ നിന്ന് മോനെ എന്തെങ്കിലും
എന്തെങ്കിലും ഒന്ന് ദാനധർമ്മമായി പോയിരിക്കണം. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നിനക്ക് നൽകപ്പെടാൻ ഒരു കാരണമാണ്. അവ ഇൻഷാ അല്ലാഹ് ഈ അമൽ നിങ്ങൾ ചെയ്തു നോക്കൂ. അല്ലാഹു വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഖുർആൻ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നേ, പടച്ചവനെ, ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കണേ അല്ലാഹ്. ദുനിയാവും ആഖിറവും നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾ പലരും രോഗികളാണ്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ പലരും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്, ഞങ്ങളെ കടങ്ങൾ മാറ്റണേ അല്ലാഹ്. ജോലിയില്ലാത്തവരാണ് റബ്ബേ, ഞങ്ങൾക്ക് ജോലി നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുണ്ട്, ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങളെ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ നിന്നെല്ലാം അവരെയും ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. അസൂയാലുക്കൾ അസൂയത്തൊട്ടും മരണക്കാരുടെ മരണത്തിൽ നിന്ന് കൊടുത്തരക്കാരുടെ കൊടുത്തിൽ നിന്ന് അക്രമിയുടെ അക്രമത്തിൽ നിന്നെല്ലാം അല്ലാഹുവേ, ചതിയന്മാരുടെ ചതിയിൽ നിന്ന് വഞ്ചകന്മാരുടെ വഞ്ചനയിൽ നിന്ന് കള്ളന്മാരുടെ ശത്രുവിൽ നിന്നെല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സഹായിക്കുന്നവർ, ഞങ്ങളുടെ കുടുംബക്കാർ, മശ്രിഖ് മുതൽ മഗ്രിബ് വരെയുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മുസ്ലിമീങ്ങൾ മുസ്ലിമാത്തുകൾ എല്ലാം നീ കാക്കണേ അല്ലാഹ്. അതുപോലെ പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായമെത്തി നിൽക്കുന്ന എത്രയോ മക്കളുണ്ട്, അവർക്കൊക്കെ സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങളുടെ ജോലിയിലെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സർവ്വതിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.